ദേവിക്ക് വീട്ടിൽ പൊക്കോളൂ. ആന്റി. പ്രഭ അങ്ങോട്ട് എത്തിക്കോളും. ആന്റി. എന്താ ദേവിക? പ്രഭ ആന്റി എവിടെ പോയതാ? അടുത്തൊരു ഫ്രണ്ടിന്റെ വീട്ടില്. അവിടുന്ന് വീട്ടിലെത്തിക്കോളും. ശരി ആന്റി. പ്രഭ ആന്റി എവിടെയാ പോയതെന്ന് എനിക്കറിയണം. ചായ വാങ്ങാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചിട്ട് ആന്റി എങ്ങോട്ടാ പോയത്? ഞാൻ തീരെ കൊച്ചുകുട്ടിയൊന്നും അല്ല ആന്റി. എനിക്ക് എല്ലാം മനസ്സിലാവും. പോട്ടെ മോളെ, പ്രഭയുടെ ഓരോ പിടിവാശികളാ, അത്രേ ഉള്ളൂ. പ്രഭ ആന്റി എന്നോട് എന്തിനാ ഇങ്ങനെ പിടിവാശി കാണിക്കുന്നെ? ഞാൻ മത്സരിക്കാനോ തോൽപ്പിക്കാനോ ഒന്നും പോയില്ല. കാശിന് അല്പം കുറവുണ്ടാവും, പക്ഷെ എനിക്കും വ്യക്തിത്വമുണ്ട്, അഭിമാനമുണ്ട്. പോട്ടെ. എന്ത് പോട്ടെന്ന് ആന്റി? പ്രഭ ആന്റി പറയുന്നത് ഞാൻ നന്ദുന്റെ ജീവിതത്തിൽ നിന്ന് മാറണമെന്ന. ഇന്നലെ രാത്രി പ്രഭ ആന്റി എന്നോട് എന്തൊക്കെയോ പറഞ്ഞു. ആഗ്രഹിച്ച കാര്യം നടക്കാത്തത് കൊണ്ട് അങ്ങനെ കരുതിയാ മതി. ആഗ്രഹങ്ങള് പ്രഭ ആന്റിക്ക് മാത്രല്ലല്ലോ, എനിക്ക് നന്ദുനും ഉണ്ട്. പ്രഭ ആന്റി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ആന്റിക്ക് പറ്റുമല്ലോ. ആന്റി പറയണം, എന്നെ വെറുതെ വിട്ടേക്കാൻ. കുട്ടിയുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. പക്ഷേ ആക്ഷേപവും ശകാരവും കേട്ട് മടുത്തു ആന്റി. സഹിക്കുന്നതിനും ഒരു പരിധിയില്ലേ? പോട്ടെ മോളെ. ഞാനൊരു കാര്യം ചോദിച്ചാ ആന്റി സത്യം പറയൂ? എന്താ? സത്യത്തിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാനും മാത്രം പ്രഭ ആന്റിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അസുഖമൊന്നുമില്ലാതെ ഒരാളെ ഇങ്ങനെ അഡ്മിറ്റ് ചെയ്യോ? അതെനിക്ക് മനസ്സിലായി. പ്രഭ ആന്റി ഇപ്പൊ എവിടെ ഉണ്ടെന്നെങ്കിലും ഒന്ന് പറയോ? ക്ഷേത്രത്തിലോ മറ്റോ പോയതാ. കൂടെ ഒരു ഫ്രണ്ടും ഉണ്ട്. ക്ഷേത്രത്തിൽ പോയതാണെങ്കിൽ സന്തോഷം. ആന്റിക്കും അവിടെയുള്ള എല്ലാവർക്കും ഒരു ദോഷവും വരരുതെന്നുള്ള പ്രാർത്ഥനയുള്ളൂ. കുട്ടി വീട്ടിലേക്ക് പൊക്കോളൂ, ഞാൻ കാറ് പറയാം. വേണ്ട ആന്റി, നന്ദുവിനോട് ചോദിച്ചിട്ടേ എന്തോ ഉള്ളൂ. ഞാൻ വിളിക്കട്ടെ, എന്നിട്ട് പൊക്കോളാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇനി കാര്യങ്ങൾ അങ്ങയുടെ കയ്യിലാ. എല്ലാം ഭംഗിയായി നടക്കും. മേഡം ധൈര്യമായിട്ട് പൊക്കോ. എല്ലാം നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദക്ഷിണയായിരിക്കും അങ്ങേക്ക് കിട്ടാൻ പോകുന്നത്. മേഡം സന്തോഷത്തോടെ പോവുക. എന്നിട്ട് ഞാൻ തന്ന ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങൾ വാങ്ങി പൂജയ്ക്ക് വേണ്ടി ഒരുങ്ങുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേവികയുടെ ജാതകം എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാ. അത് ഞാൻ ഏറ്റു. വൈകാതെ ഞാനിവിടെ 2 ജാതകങ്ങളുമായിട്ടെത്തും. പൂജ കഴിഞ്ഞ് ബ്രഹ്മദത്തൻ തിരുമേനിയിൽ നിന്ന് അനുകൂല വാക്കുകൾ കേട്ടാലേ എനിക്ക് സമാധാനമാവൂ. ഇന്നത്തോടെ അവർ തമ്മിൽ പിരിയണം. എന്നാ മേഡം ഞാൻ പൊക്കോട്ടെ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. പിരിയുന്നതും അടുക്കുന്നതുമെല്ലാം ഈശ്വരനിശ്ചയമല്ലേ? ഈശ്വരനിശ്ചയം അതായാലേ അത് സാധ്യമാകൂ. നിങ്ങൾക്കിവിടെ എന്താ കാര്യം? ഞങ്ങൾ സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുമായിരുന്നല്ലേ? മറ്റുള്ളവരെന്തു പറയുന്നുവെന്ന് ഞാൻ അന്വേഷിക്കാറില്ല.
ഒരാളെ മാത്രമാണ് ഞാൻ തിരയുന്നത്. ഈശ്വരനെ. ഈശ്വരനെ അന്വേഷിച്ചാണ് ഇവിടെ വന്നത്. ഇവിടെ ഞാൻ കേട്ടൊരു സംഭാഷണം ഈശ്വരനുമായി ബന്ധിപ്പിച്ച് പറഞ്ഞു. അത്രയേ ഉള്ളൂ. മിണ്ടിപ്പോവരുത്. തന്റെ വീട്ടിലുള്ള എല്ലാവരും പുതിയ വേഷം കെട്ടലുമായിട്ട് ഇറങ്ങിയിരിക്കുക. അച്ഛനും മോളും ഒക്കെ കൂടി എന്റെ സമാധാനം തകർത്തിരിക്കുക. അങ്ങനെ വിചാരിക്കരുത്. എൻ്റെ വാക്കുകൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. എൻ്റെ മകൾ പാവമാണ്. അവൾ എല്ലാവർക്കും നല്ലത് വരണമെന്ന് മാത്രം ചിന്തിക്കുന്നവളാണ്. എന്നാ മോളോട് പറ, എനിക്ക് നല്ലത് വരുത്താൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ. അതെന്തൊക്കെയാണെന്ന് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതനുസരിക്കാൻ പറ. അനുസരിക്കേണ്ട കാര്യമാണെങ്കിൽ ആരും പറയാതെ തന്നെ അവൾ അനുസരിക്കും. പോവാൻ വരട്ടെ, നിക്ക്. അനുസരിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ മാത്രം നിങ്ങളുടെ മകൾ അനുസരിക്കുന്നല്ലേ നിങ്ങളിപ്പോ പറഞ്ഞത്? എന്ന് വെച്ചാൽ ശരിയല്ലാത്തത് അവൾ അനുസരിക്കില്ല എന്ന് അല്ലേ? ശരിയല്ലാത്തത് അനുസരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പാപമാണ്. എന്റെ ആഗ്രഹങ്ങളാണ് എന്റെ ശരി. ആ ശരികൾക്ക് വേണ്ടി ആരെയും അനുസരിപ്പിക്കാൻ ഈ പ്രഭാവതിക്കറിയാം. നമ്മൾ മാത്രമാണ് ശരിയെന്ന് തോന്നിത്തുടങ്ങുമ്പോൾ നമുക്ക് ക്ഷീണകാലം ആരംഭിക്കും. രാവണനും കംസനുമൊക്കെ. നിർത്തണോ? താൻ ആരോടാ സംസാരിക്കുന്നതെന്നറിയോ? ആ? എന്താ എന്താ പ്രശ്നം? ഒന്നുമില്ല. ഈശ്വരൻ നന്മ മാത്രം വരുത്തട്ടെ. നിങ്ങൾ ചെല്ലു. നിങ്ങൾ ചെന്ന് ഭഗവാനെ തൊഴു. അതാരാണെന്ന് സ്വാമിക്ക് മനസ്സിലായോ? ഇല്ല. ദേവികയുടെ അച്ഛനാ. ആണോ? അയാളെ വഴക്ക് പറയണ്ടായിരുന്നു. വഴക്ക് പറയരുതായിരുന്നോ? വെറും പറച്ചില് തീരേണ്ടതല്ല. കൊള്ളവേഷം കെട്ടി നടക്കുന്നു. അയാൾ കള്ളനാണെങ്കിലും ശരി, നല്ലവനാണെങ്കിലും ശരി, അയാളെ കൂടെ തന്നെ നിർത്തണം. അതാ ബുദ്ധി. ആ വീട്ടിലെ ഒരാൾ മേഡത്തിന്റെ കൂടെയുള്ളത് മേഡത്തിന് ശക്തിയായിരിക്കും. എന്തായാലും മേഡം ഇപ്പൊ പൊക്കോളൂ. വരട്ടെ, അയാളെ നമുക്ക് വശത്താക്കാം. ആഹാ, ഇത്ര വേഗം മീറ്റിംഗ് കഴിഞ്ഞോ? എന്താടി മുഖം കടന്നലൂത്തിയ പോലെ? അവിടെ നിക്ക്. മുരളീട്ടാ, സ്കൂൾ റിപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ട്? അത് ചോദിക്കണോ? എന്റെ അനിയത്തി ടോപ്പ് പഠിത്തമല്ലേ. ഇങ്ങനെ പോയാ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് ഒരു ഓട്ടോയും കൊടുത്ത് സ്റ്റാൻഡിലേക്ക് വിട്ടാ മതി. അതാ നല്ലത്. ഒന്ന് നിർത്ത മുരളീട്ടാ, സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് തുടങ്ങിയതാ. എന്താ മുരളീട്ടാ, എന്താ പ്രശ്നം? എടി, ഇവളിപ്പ നല്ല ഉഴപ്പ. ടീച്ചർ പറഞ്ഞപ്പോ അവിടെ വെച്ചൊരെണ്ണം കൊടുക്കാനാ തോന്നിയത്. അത് മാത്സ് ടീച്ചർ ജലജ മിസ് പറഞ്ഞതാ. എന്നോട് മിസ്സിന് നേരത്തെ തന്നെ ഒരു ദേഷ്യമുണ്ട്. ഏട്ടനെ കണ്ടപ്പോ അവരവസരം മുതലാക്കിയതാ. മാത്സ് ടീച്ചറിന് നിന്നോട് പ്രത്യേകിച്ച് ദേഷ്യം തോന്നാൻ കാരണം എന്താ? എന്താടി കാരണം? അത് കണക്കിന് അല്പം ഉഴപ്പുന്നുണ്ട്. കേട്ടല്ലോ, അപ്പൊ സത്യമായ കാര്യം തന്നെയാ ടീച്ചർ പറഞ്ഞത്. നിന്റെ ഡയലോഗ് കേട്ടാ ടീച്ചറിന് നിന്നോട് വേറെന്തോ ദേഷ്യമുള്ളവർ തോന്നുമല്ലോ. ബാക്കി എല്ലാ വിഷയത്തിനും നല്ല മാർക്കുണ്ടല്ലോ. കണക്ക് നമ്മള് സെറ്റപ്പ് ആക്കി എടുക്കും അല്ലേ മോളെ? പിന്നല്ലാതെ
ഈ കണക്ക് കണ്ടുപിടിച്ചത് ആരാണോ എന്തോ എന്റെ തലയ്ക്കകത്തോട്ട് കേറിട്ട് വേണ്ടേ ഒരു കണക്ക്. ചായ എടുക്കട്ടെ മുരളേട്ടാ? അവനെ ഒരു സംഭവം ഉണ്ടായി. എന്താ? ഇങ്ങോട്ട് പോരുമ്പോ നന്ദൻ വിളിച്ചിരുന്നു. നമ്മുടെ പ്രഭ ആന്റി വീണ്ടും അപ്രത്യക്ഷയായി. എടീ, ഹോസ്പിറ്റലിൽ കിടന്ന ആളെ കാണാനില്ലാന്ന്. അല്ല, വയ്യാതെ കിടക്കുന്ന ആൾ എവിടെ പോവാനാ? ആ, വയ്യായികയൊക്കെ എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാവുന്നതല്ലേ. അടുത്ത എന്തോ ഉടായി പൊപ്പിക്കാൻ വേണ്ടി പോയതാ. അങ്ങനെ എനിക്ക് തോന്നിയത്. അല്ല, അപ്പൊ ദേവികയോ? നന്ദൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാ കാര്യം അറിയുന്നത്. പിന്നെ ദേവികയും കൂട്ടി വീട്ടിലേക്ക് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശോ, ഇത് വലിയ കഷ്ടമാണല്ലോ. നിങ്ങളുടെ പ്രഭാന്റി നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി എന്ത് തന്ത്രമായിട്ടാണോ അവ തിരിച്ചു വരുന്നത്? ആ, നോക്കാം. എന്തായാലും ഇത് ദേവികിട്ടുള്ള എന്തോ ഒരു പണിയാ. നീ വാ. കുഞ്ഞെ, എന്താ ഭാർഗവി, സുഖമല്ലേ ഇവിടെ എല്ലാവർക്കും? ഇവിടെ കുഞ്ഞു വയ്യാതായിട്ട് എനിക്കൊന്നും അങ്ങോട്ട് വരാൻ പറ്റിയില്ല. അതിൽ അതിശയമൊന്നുമില്ല. നിനക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഇവിടെയാണല്ലോ. കുഞ്ഞിനെങ്ങനെയുണ്ട്? ആരോഗ്യമൊക്കെ? അത്ര പെട്ടെന്നൊന്നും പ്രഭ വീണു പോവില്ല ഭാർഗവി. രജനി മോളെ, ദേ പ്രഭക്കുഞ്ഞ് വന്നു. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ കുഞ്ഞെ? എങ്ങനെ ഉണ്ടായിരുന്നു കെട്ടിലമ്മയുടെ ഇവിടുത്തെ ഭരണം? അത് ദേവിക മോള്. ആ, ദേവിക മോള്. ആ മോളിവിടെ എങ്ങനായിരുന്നു എന്നാ ചോദിച്ചത്. അമ്മേ, ദേവിക എവിടെ? നന്ദന്റെ കൂടെയാണ് അമ്മ വന്നേ. നന്ദൻ ഇവിടെ ഇല്ലേ? നന്ദൻ ആശുപത്രിയിലേക്ക് വന്നല്ലോ. അമ്മ നന്ദനെ കണ്ടില്ലേ? ഒറ്റയ്ക്കാണോ വന്നത്? അമ്മ കാര്യങ്ങൾ തെളിച്ചു പറ, ഒന്നും മനസ്സിലാവുന്നില്ല. ദേവികയല്ലേ അമ്മയ്ക്ക് കൂട്ടുന്നത്? അവിടെ അവളെവിടെ? അവൾ എവിടെയെന്ന് അവളോട് പോയി അന്വേഷിക്ക്. ബൈസ്റ്റാൻഡർ എന്ന് പറഞ്ഞ രോഗിയുടെ കാര്യങ്ങൾ ആദ്യാവസാനം ശ്രദ്ധിച്ച് കൂടെ നിൽക്കുന്നവരായിരിക്കണം. ദേവിക അമ്മയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നാണോ പറയുന്നത്? അത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. വിശ്വസിക്കണ്ട. നീ വിശ്വസിക്കണമെന്ന് ആരാ പറഞ്ഞത്? ആശ്വാസവാക്കുകൾ കൊതിച്ചിട്ടാ ഈ വീട്ടിൽ വന്നത്. വീട്ടിൽ വരുമ്പോ എന്നോട് സഹതാപം കാണിച്ച് സംസാരിക്കുന്നൊക്കെയാ ഞാൻ പ്രതീക്ഷിച്ചത്. ഇവിടെ ഇപ്പൊ അവളുടെ കാര്യങ്ങളൊക്കെയാ ചോദിക്കുന്നേ. എന്നിട്ട് എന്നെ ചോദ്യം ചെയ്യലും. അമ്മേ, ഇങ്ങനൊന്നും പറയല്ലേ. പിന്നെ എങ്ങനെ പറയണം? എനിക്ക് അറ്റാക്ക് വന്നപ്പോ സന്തോഷിച്ചവരുടെ കൂട്ടത്തിൽ നീയും ഉണ്ടോ? അമ്മേ, ആങ്ങളെയും ഭാര്യയും സുഖമായിട്ടിരിക്കാൻ വേണ്ടി നീയും പ്രാർത്ഥിച്ചോ നിന്റെ അമ്മ പരലോകത്തേക്ക് പോണോന്ന്? ഒന്ന് നിർത്തമ്മേ. ഇപ്പൊ അമ്മയുടെ വാക്കുകൾ വളരെ മോശം ലാംഗ്വേജ് ആയിട്ടുണ്ട്. അതേടി, ഇപ്പൊ അമ്മ ഒരു കൊള്ളരുതാത്ത സ്ത്രീ ആയിപ്പോയി. നിനക്കും അങ്ങനെ തന്നെ തോന്നിയല്ലോ. ആ ഹോസ്പിറ്റലിൽ എത്തും മുമ്പ് ഈ ജീവൻ അങ്ങ് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. അമ്മയ്ക്ക് അങ്ങനെ വലിയ അസുഖമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതെനിക്കറിയാം. എന്നുവെച്ചാ
ഒന്നുമില്ല, ഞാനൊന്നും പറഞ്ഞില്ല. ഇല്ലേ? ഞാൻ വെറുതെ ഹോസ്പിറ്റലിൽ കിടക്കായിരുന്നു എന്നല്ലേ നീ പറഞ്ഞത്? അല്ല, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അതൊക്കെ അമ്മയുടെ തോന്നലാ. ദേവിക എവിടെയാന്ന് അമ്മയ്ക്ക് അറിയില്ലേ? ഇല്ലാന്ന് പറഞ്ഞില്ലേ? നിങ്ങളിന്ന് എവിടെയായിരുന്നു? ചേച്ചിയോട് ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാണെന്ന്. അമ്മ ചേച്ചി വിളിച്ചിരുന്നോ? അമ്മ എവിടെയുണ്ട്? ഇവിടെയോ? എപ്പോ വന്നു? ഇപ്പൊ ഒന്ന് കേറിയതേ ഉള്ളൂ. ഡാ, അമ്മ എന്ത് പണിയെ കാണിച്ചേ? ആരോടും പറയാതെ ഹോസ്പിറ്റലിൽ നീ പോകുന്നുവല്ലേ? ആരോടാ ഞാൻ പറയേണ്ടത്? ഇവളെ ചായ വാങ്ങാൻ പറഞ്ഞയച്ചിട്ട് 1 മണിക്കൂർ ഞാൻ കാത്തു. പിന്നെ മനസ്സിലായി ഇവളെ പ്രതീക്ഷിച്ചിരുന്ന വെള്ളം കുടിക്കാൻ പറ്റാതെ ചത്തുപോകുന്നു. അപ്പൊ അവിടുന്ന് ഇറങ്ങി. ആന്റി, 5 മിനിറ്റിനകം തന്നെ ഞാൻ ചായ വാങ്ങി വന്നിരുന്നു. പക്ഷെ റൂം തുറന്നു നോക്കിയപ്പോ ആന്റി അവിടെ കണ്ടില്ല. കള്ളത്തരം പറയാൻ നിന്നെ ആരും പഠിപ്പിക്കണ്ടല്ലോ. അത് കഴിഞ്ഞില്ല അമ്മേ, ഇനി അതൊന്നും പറയണ്ട. അല്ലല്ല, ദേവി അങ്ങനെ സംശയത്തിന്റെ മുന്നേ കൊണ്ട് നിർത്തണ്ട. എല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കണം. എന്ത് ക്ലിയർ ആക്കണോന്ന്? അമ്മ വിളിച്ച ഉടനെ ഓടിപ്പാഞ്ഞു വന്നവളാ ദേവി. അമ്മയുടെ അടുത്തൊന്നും മാറാതെ അവൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആണോ? നീ വന്ന് കണ്ടിരുന്നോ എന്റെ അടുത്തൊന്നും മാറാതെ അവൾ അവിടെ നിൽക്കുന്നത്? അതിന് പ്രത്യേകിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. അവളെ മനസ്സിലാക്കിയാൽ മതി. ദേവി എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നന്ദു, വേണ്ട, ഇതിനി പറഞ്ഞ് വലിയ വിഷയമൊന്നും ആക്കണ്ട. അമ്മ ഒന്ന് വിശ്രമിക്കട്ടെ. എനിക്ക് വിശ്രമിക്കാൻ നിന്റെ ഔദാര്യമൊന്നും വേണ്ട. അമ്മ എന്താ ഇത്? അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ടല്ലോ ദേവിക അങ്ങനെ പറഞ്ഞ. അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് എവിടേക്കാ പോയത്? ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോവാ. പ്രധാനപ്പെട്ട കാര്യോ? എന്താ അത്? ബ്രഹ്മദത്തൻ തിരുമേനി വരുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു പൂജ നടത്തണം. അമ്മ തിരുമേനി കാണാൻ പോയിരുന്നോ? ഉവ്വ്. രാവിലെ ആശ്രമത്തിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു. അങ്ങനെ പോവേണ്ടി വന്നു. സത്യമാണോ അമ്മേ? ബ്രഹ്മദത്തൻ തിരുമേനി ഇന്ന് വരുന്നുണ്ടോ? പൂജയും പ്രശ്നമൊക്കെ നോക്കുന്നുണ്ട്. ഒരുപാട് വിഷമങ്ങളുണ്ടല്ലോ ഈ വീട്ടിൽ. സിദ്ധുവിന്, എനിക്ക്, നിനക്ക്, അങ്ങനെ എല്ലാവർക്കും. അതിനൊക്കെ കാരണവും പരിഹാരവും അറിയണം. പൂജാ സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വാങ്ങണം. ഒരുക്കങ്ങൾ ചെയ്യണം. അസുഖത്തിന്റെ ക്ഷീണമൊക്കെ മാറുന്നതിന് മുമ്പ് പൂജയിലൊക്കെ പങ്കെടുക്കുക എന്ന് പറഞ്ഞ കുഞ്ഞ് ആരോഗ്യം ശ്രദ്ധിക്കണം. അസുഖം പൂർണ്ണമായിട്ട് മാറിയിട്ട് പോരെ പൂജയൊക്കെ? അല്ല, ഇന്ന് തന്നെ വേണം. പൂജയൊക്കെ കഴിയുമ്പോ ഒരു സമാധാനം കിട്ടും. ഭാർഗവി, വിളക്കും പൂജയ്ക്കുള്ള സാധനങ്ങളും ഒക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കണം. ആ, ഇപ്പൊ തന്നെ. ശരി കുഞ്ഞ്. ഞാൻ സിദ്ധുവിനെ കണ്ടിട്ട് വരാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം.
വയ്യാതെ കിടക്കുന്ന ഒരാള് ആരോടും പറയാതെ ഹോസ്പിറ്റലിൽ നിന്ന് പോവാന്ന് പറഞ്ഞ? അത് വിട്ടേക്കടാ. അമ്മ ആശ്രമത്തിൽ പോയതല്ലേ. ബ്രഹ്മദത്തൻ തിരുമേനി വരട്ടെ, ചിലപ്പോ അതോടെ എല്ലാം നേരെയാവും. ഈ ബ്രഹ്മദത്തൻ തിരുമേനി ആരെന്നറിയോ? കേട്ടിട്ടുണ്ട്. വാ പറഞ്ഞുതരാം. എനിക്ക് അന്ന് രാത്രി മനസ്സങ്ങ് നിയന്ത്രണം വിട്ടുപോയി സിദ്ധു. ഇപ്പൊ നല്ല മാറ്റമുണ്ട്. ആരോഗ്യകാര്യത്തിലൊന്നും ടെൻഷൻ വേണ്ടാന്ന ജാനകിയും പറയുന്നത്. മനസ്സ് പിടിച്ചെടുത്ത് നിൽക്കുന്നില്ല. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന പോലൊരു തോന്നല്. സിദ്ധു മനസ്സിൽ പറയുന്നത് എനിക്ക് കേൾക്കാം. എന്ത് ഭ്രാന്താണ് പ്രഭയെന്ന്, അല്ലേ? ശരിയാ, മനസ്സിന്റെ പ്രശ്നം തന്നെ എനിക്കറിയാം. നന്ദനും ദേവികയും ആശുപത്രിയിലും വീട്ടിലുമായി അകന്നു നിന്നതിൽ സിദ്ധുവിന് വിഷമം കാണും. പക്ഷെ സിദ്ധു, ഞാൻ തുറന്നു പറയാം, അവരുടെ ബന്ധം എന്റെ മനസ്സിന് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഭ്രാന്താണെന്ന് ചിന്തിക്കുന്നത് സിദ്ധു മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാവരും അങ്ങനെ തന്നെയാ കരുതുന്ന സിദ്ധു. നന്ദനും ദേവികയും കല്യാണം കഴിഞ്ഞവരാ. അവർക്കാണെങ്കിൽ പരസ്പരം അങ്ങേയറ്റത്തെ ഇഷ്ടവും. എന്നിട്ടും ഞാൻ അവരെ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നു. വട്ടെന്നല്ലാതെ ഞാൻ എന്താ പറയാ? ഞാനങ്ങ് ഇല്ലാതായി പോയെങ്കിലെന്നും പലരും ആഗ്രഹിക്കുന്നുണ്ടാവും.